ഓം ശാന്തി 10/9/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളെ വജ്രസമാനമാക്കി മാറ്റുന്നത് ബാബയാണ്. അതിനാൽ ഒരിക്കലും ബാബയിൽ സംശയം ഉണ്ടാവരുത്. സംശയബുദ്ധിയാവുക അർത്ഥം സ്വയം തന്റെ തന്നെ നഷ്ടമുണ്ടാക്കുക എന്നതാണ്. ചോദ്യം: മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിനുള്ള പഠിപ്പിൽ പാസ്സാകുന്നതിന്റെ മുഖ്യ ആധാരം എന്താണ്? ഉത്തരം: നിശ്ചയം. നിശ്ചയബുദ്ധി ആവുന്നതിനുള്ള സാഹസം ഉണ്ടാവണം. മായ ഈ സാഹസം മുറിക്കുന്നു, സംശയബുദ്ധിയാക്കി മാറ്റുന്നു. മുന്നോട്ടു പോകവേ പഠിപ്പിലോ പഠിപ്പിക്കുന്ന സുപ്രീം ടീച്ചറിലോ സംശയം വന്നാൽ തനിക്കും മറ്റുള്ളവർക്കും വളരെയധികം നഷ്ടമുണ്ടാക്കി വെക്കും. ഗീതം: അങ്ങ് സ്നേഹസാഗരനാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി ശിവബാബ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ കുട്ടികൾ അങ്ങ് സ്നേഹസാഗരനാണ് എന്ന് പറഞ്ഞ് അച്ഛന്റെ മഹിമ ചെയ്യുന്നു. അവരെ ജ്ഞാനസാഗരൻ എന്ന് പറയാറുണ്ട്. ജ്ഞാനസാഗരൻ ഒന്നേ ഉള്ളൂ എങ്കിൽ ബാക്കി എല്ലാത്തിനെയും അജ്ഞാനമെന്നേ പറയൂ. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിന്റെയും അജ്ഞാനത്തിന്റെയും കളിയാണ്. ജ്ഞാനം പരമപിത പരമാത്മാവിന്റെ പക്കലേ ഉള്ളൂ. ഈ ജ്ഞാനത്തിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നു. ആരെങ്കിലും പുതിയ ലോകം ഉണ്ടാക്കുന്നു എന്നല്ല. ലോകം അവിനാശിയാണ്. കേവലം പഴയ ലോകം മാറ്റി പുതിയതാക്കുന്നു. പ്രളയം ഉണ്ടാകുന്നു എന്നല്ല. മുഴുവൻ ലോകവും ഒരിക്കലും വിനാശമാകില്ല. പഴയതാണ്, അത് മാറി പുതിയത് ആവുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇത് പഴയ വീടാണ്. ഇതിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. അറിയാം, നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകും. എങ്ങനെയാണോ പഴയ ഡൽഹിയുള്ളത്, ഇപ്പോൾ പഴയ ഡൽഹി നശിക്കണം. അതിനു പകരം ഇപ്പോൾ പുതിയത് ഉണ്ടാവണം. ഇപ്പോൾ പുതിയത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യം അതിൽ വസിക്കാൻ യോഗ്യവരുണ്ടാകണം. പുതിയ ലോകത്തിലുള്ളത് സർവഗുണ സമ്പന്നർ. നിങ്ങൾ കുട്ടികളുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. പാഠശാലയിൽ ലക്ഷ്യമുണ്ടാകുമല്ലോ. പഠിക്കുന്ന ആൾക്കറിയാം, ഞാൻ സർജനാകും, ഞാൻ വക്കീലാകും. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മളിവിടെ വന്നിരിക്കുകയാണ് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറാനാണ്. പാഠശാലയിൽ ലക്ഷ്യമില്ലാതെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇത് ഇങ്ങനെയുള്ള അത്ഭുതകരമായ പാഠശാലയാണ്. ഇതിൽ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും പഠിപ്പ് ഉപേക്ഷിക്കുന്നു. ഇത് തെറ്റായ പഠിപ്പാണ്. ഇതിൽ ലക്ഷ്യമല്ല, ഇതൊരിക്കലും സാധ്യമല്ല എന്ന് കരുതുന്നു. പഠിപ്പിക്കുന്ന ആളിലും സംശയം ഉണ്ടാകുന്നു. ആ പഠിപ്പ് പഠിക്കാൻ സാധിക്കില്ല, അഥവാ പൈസയില്ലെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ പഠിപ്പ് ഉപേക്ഷിക്കുന്നു. വക്കീൽ പഠിത്തം തെറ്റാണ്, പഠിപ്പിക്കുന്നയാൾ തെറ്റാണ് എന്ന് പറയുമോ? ഇവിടെയാണെങ്കിൽ മനുഷ്യരുടേത് വണ്ടർഫുള്ളായ ബുദ്ധിയാണ്. പഠിപ്പിൽ സംശയം വന്നാൽ ഈ പഠിപ്പ് തെറ്റാണ് എന്ന് പറയുന്നു. ഭഗവാൻ പഠിപ്പിക്കുന്നതൊന്നുമില്ല, രാജധാനിയുമില്ല, ഇതെല്ലാം കള്ളമാണ്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പഠിച്ചു പഠിച്ച് പിന്നീട് ഉപേക്ഷിക്കുന്നു. എല്ലാവരും ചോദിക്കും, നിങ്ങൾ പറഞ്ഞത് ഭഗവാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഇതിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാകും എന്നല്ലേ? എന്നിട്ട് പിന്നെ എന്തുണ്ടായി? ഇല്ല, അതെല്ലാം പൊള്ളയായിരുന്നു. പറയും, ഈ ലക്ഷ്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചിലർ നിശ്ചയത്തോടെ പഠിച്ചിരുന്നു, പിന്നീട് സംശയം വന്നതിനാൽ ഉപേക്ഷിച്ചു. നിശ്ചയം എങ്ങനെയാണ് വന്നത്? പിന്നീട് സംശയബുദ്ധിയാക്കി മാറ്റിയത് ആരാണ്? നിങ്ങൾ പറയും, അഥവാ അവർ ഇത് പഠിച്ചിരുന്നെങ്കിൽ വളരെ ഉയർന്ന പദവി നേടാൻ സാധിക്കുമായിരുന്നു. വളരെയധികം പഠിച്ചിരുന്നു. വക്കീലിന് പഠിച്ചു പഠിച്ച് പകുതിയിൽ ഉപേക്ഷിക്കുന്നു. രണ്ടാമൻ പിന്നെ പഠിച്ച് വക്കീലാകും. ചിലർ പഠിച്ചു ജയിക്കുന്നു, ചിലർ തോറ്റുപോകുന്നു. പിന്നീട് എന്തെങ്കിലും ചെറിയ പദവി ലഭിക്കും. ഇത് വളരെ വലിയ പരീക്ഷയാണ്.
ഇതിന് വളരെയധികം സാഹസം ആവശ്യമാണ്. ഒന്നാമത് നിശ്ചയബുദ്ധി ആവുന്നതിനുള്ള സാഹസം വേണം. മായ ഇങ്ങനെയാണ്, അതിപ്പോഴിപ്പോൾ നിശ്ചയം, ഇപ്പോൾ തന്നെ സംശയബുദ്ധിയാക്കി മാറ്റും. വളരെയധികം പേർ പഠിക്കാനായി വരുന്നുണ്ട്. പക്ഷേ ചിലർ ഡൾ ബുദ്ധിയായിരിക്കും. നമ്പർ വൈസ് ആയാണല്ലോ വിജയിക്കുക. പത്രത്തിലും ലിസ്റ്റ് വരാറുണ്ട്. ഇതും അതുപോലെയാണ്. ഒരുപാട് പേർ പഠിക്കാൻ വരുന്നുണ്ട്. ചിലർ നല്ല ബുദ്ധിയുള്ളവരാണ്. ചിലരുടെ ബുദ്ധി ഡള്ളാണ്. ഡൾ ബുദ്ധിയുമായി മുന്നോട്ടു പോകവേ എന്തെങ്കിലും സംശയം വന്ന് ഉപേക്ഷിക്കുന്നു. പിന്നീട് മറ്റുള്ളവർക്കും നഷ്ടമുണ്ടാക്കി വെക്കും. സംശയബുദ്ധി വിനാശമാകും എന്ന് പറയാറുണ്ട്. അവർക്കുയർന്ന പദവി നേടാൻ സാധിക്കില്ല. നിശ്ചയമുണ്ട്, പക്ഷെ പൂർണമായും പഠിക്കുന്നില്ലെങ്കിലും പാസ്സാകാൻ സാധിക്കില്ല. കാരണം ബുദ്ധി കൊണ്ട് ഒരു ഉപകാരവുമില്ല, ധാരണയുണ്ടാകുന്നില്ല. നാം ആത്മാക്കളാണ് എന്നത് മറന്നുപോകുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ ആത്മാക്കളുടെ പരമപിതാവാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, അച്ഛൻ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വളരെ വിഘ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സംശയമുണ്ടാകും. പറയും, എനിക്ക് ഇന്ന ബ്രാഹ്മണിയിലൂടെ നിശ്ചയം ഉണ്ടാകുന്നില്ല. നോക്കൂ, ബ്രാഹ്മണി എങ്ങനെയുള്ളതായാലും നിങ്ങൾ പഠിക്കണമല്ലോ. ടീച്ചർ നന്നായി പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്ന് കരുതുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കണമല്ലോ. ഇത് ബാബയുടെ പഠിപ്പാണ്. പഠിപ്പിക്കുന്നത് സുപ്രീം ടീച്ചറാണ്. ബ്രാഹ്മണി ബാബയുടെ ജ്ഞാനം കേൾപ്പിക്കുമ്പോഴും ശ്രദ്ധ പഠിപ്പിൽ നൽകണമല്ലോ. പഠിപ്പില്ലാതെ പരീക്ഷ പാസ്സാകാൻ സാധിക്കില്ല. പക്ഷെ ബാബയിലുള്ള നിശ്ചയം തന്നെ മുറിയുമ്പോൾ പഠിപ്പ് ഉപേക്ഷിക്കുന്നു. പഠിച്ചു പഠിച്ച് ടീച്ചറിന് മേൽ സംശയം വരും. ഇവരിലൂടെ ഈ പദവി ലഭിക്കുമോ അതോ ഇല്ലയോ എന്ന്. പിന്നീട് ഉപേക്ഷിച്ചു പോകുന്നു. മറ്റുള്ളവരെയും കേടുവരുത്തുന്നു. ഗ്ലാനി ചെയ്യുന്നതിലൂടെ വീണ്ടും നഷ്ടമുണ്ടാക്കുകയാണ്. വളരെയധികം നഷ്ടമുണ്ടാകും. ബാബ പറയുന്നു, അഥവാ ഇവിടെ ആരെങ്കിലും തെറ്റു ചെയ്യുകയാണെങ്കിൽ 100 മടങ്ങ് ശിക്ഷ ലഭിക്കും. ഒരുപാട് പേരെ മോശമാക്കുന്നതിന് ഒരാൾ നിമിത്തമായി മാറുന്നു. അതിനാൽ എത്ര പുണ്യാത്മാവായി മാറിയോ അത്രയും പാപാത്മാവായി മാറുന്നു. പുണ്യാത്മാവായി മാറുന്നത് ഈ പഠിപ്പിലൂടെ മാത്രമാണ്. പിന്നെ പുണ്യാത്മാവാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. അഥവാ ആർക്കെങ്കിലും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്. ഭാഗ്യത്തിലില്ല, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. ഹൃദയസ്തംഭനം സംഭവിക്കുന്നു. അതിനാൽ ആരാണോ ഇവിടെ വന്ന് മർജീവയായി മാറുന്നത് അവർ പിന്നീട് രാവണ രാജ്യത്തിൽ ചെന്ന് മർജീവയാകുന്നു. ജീവിതത്തെ വജ്രസമാനമാക്കി മാറ്റാൻ സാധിക്കില്ല. മനുഷ്യർക്ക് ഹൃദയസ്തംഭനം സംഭവിക്കുമ്പോൾ ചെന്ന് രണ്ടാമതൊരു ജന്മമെടുക്കുന്നു. ഇവിടെ ഹൃദയസ്തംഭനം സംഭവിക്കുമ്പോൾ ആസുരീയ സമ്പ്രദായത്തിലേക്ക് പോകുന്നു. ഇത് മർജീവ ജന്മമാണ്. പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനായി ബാബയുടേതായി മാറുന്നു. ആത്മാക്കൾ പോകുമല്ലോ. നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിന്റെ അഭിമാനം ഉപേക്ഷിച്ചാൽ ഇവർ ദേഹി അഭിമാനിയാണ് എന്ന് മനസ്സിലാക്കും. നമ്മൾ വേറെയാണ്, ശരീരം വേറെ വസ്തുവാണ്. ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നുവെങ്കിൽ തീർച്ചയായും വേറെ വസ്തുവായില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നാം ആത്മാക്കൾ ശ്രീമതത്തിലൂടെ ഈ ഭാരതത്തിൽ സ്വർഗത്തിന്റെ സ്ഥാപന നടത്തുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിനുള്ള ഈ കഴിവ് പഠിക്കണം. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സത്യം എന്ന് ഒരേ ഒരു പരമാത്മാവിനെയാണ് പറയുന്നത്. അവരുടെ പേര് ശിവൻ എന്നാണ്. അവർ തന്നെയാണ് സത്യയുഗം സ്ഥാപിക്കുന്നത്. കലിയുഗത്തിന്റെ ആയുസ് തീർച്ചയായും പൂർത്തിയാവണം. മുഴുവൻ ലോകത്തിന്റെയും ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? ഇത് ഗോളത്തിന്റെ ചിത്രത്തിൽ വ്യക്തമാണ്. ദേവതയാകുന്നതിനായി സംഗമയുഗത്തിൽ ബാബയുടേതായി മാറുന്നു.
ബാബയെ ഉപേക്ഷിച്ചാൽ പിന്നെ കലിയുഗത്തിലെത്തും. ബ്രാഹ്മണത്വത്തിൽ സംശയം വന്നാൽ ശൂദ്രവംശത്തിലെത്തും. പിന്നീട് ദേവതയാവാൻ സാധിക്കില്ല. ബാബ ഇതും മനസ്സിലാക്കി തരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ സ്വർഗത്തിന്റെ അടിത്തറ സ്ഥാപിക്കപ്പെടുന്നത്? അടിത്തറ ഇടുന്ന ചടങ്ങും പിന്നീട് ഉദ്ഘാടനത്തിന്റെ ചടങ്ങും ആഘോഷിക്കും. ഇവിടെ ഗുപ്തമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗത്തിലേക്കായി തയ്യാറാവുകയാണ്. പിന്നീട് നരകത്തിന്റെ പേര് പോലും ഉണ്ടാകില്ല. അന്തിമം വരേക്കും തീർച്ചയായും ഇവിടെ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യണം. പതീത പാവനൻ ഒരേയൊരു ബാബയാണ്. ആ ബാബയാണ് പാവനമാക്കി മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് സംഗമയുഗമാണ്. ഇപ്പോഴാണ് ബാബ പാവനമാക്കി മാറ്റാൻ വരുന്നത്. എഴുതുകയും വേണം, പുരുഷോത്തമ സംഗമയുഗത്തിൽ മനുഷ്യൻ നരനിൽ നിന്ന് നാരായണനായി മാറുന്നു. ഇതും എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. ബാബ ഇപ്പോൾ നിങ്ങൾക്ക് ദിവ്യദൃഷ്ടി നൽകുകയാണ്. ആത്മാവിനറിയാം, ഇപ്പോൾ നമ്മുടെ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. ആത്മാക്കൾക്ക് അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ആത്മാവ് പഠിക്കുകയാണ്. തീർച്ചയായും ദേഹാഭിമാനം അടിക്കടി വരും. എന്തുകൊണ്ടെന്നാൽ പകുതി കൽപ്പമായി ദേഹാഭിമാനത്തിലല്ലേ. അതിനാൽ ദേഹി അഭിമാനിയാകാൻ സമയമെടുക്കും. ബാബ ഇരിക്കുന്നുണ്ട്, സമയം ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ ആയുസ് 100 ആണെന്ന് പറഞ്ഞാലും അതിലും കുറവായാലും ശരി, ബ്രഹ്മാവ് പോയെന്നിരിക്കട്ടെ, പിന്നെ സ്ഥാപന നടക്കില്ല. ഇങ്ങനെയല്ല. നിങ്ങൾ സേന ഇരിക്കുന്നുണ്ടല്ലോ. ബാബ മന്ത്രം നൽകിയിട്ടുണ്ട്, പഠിക്കണം. സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, ഇതും ബുദ്ധിയിലുണ്ട്. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മം വിനാശമാകൂ. ഭക്തിമാർഗത്തിൽ എല്ലാവരിൽ നിന്നും വികർമ്മം ഉണ്ടായിട്ടുണ്ട്. പഴയ ലോകവും പുതിയ ലോകവും രണ്ടിന്റെയും ചക്രം നിങ്ങളുടെ പക്കലുണ്ട്. അതിനാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും, പഴയ ലോകം രാവണരാജ്യം അവസാനിക്കട്ടെ, പുതിയ ലോകം ജ്ഞാനമാർഗത്തിലെ രാമരാജ്യം നീണാൾ വാഴട്ടെ. ആരാണോ പൂജ്യരായിരുന്നത് അവർ തന്നെയാണ് പൂജാരിയായി മാറുന്നത്. കൃഷ്ണനും പൂജ്യനും വെളുത്തതുമായിരുന്നു. പിന്നീട് രാവണരാജ്യത്തിൽ പൂജാരിയും കറുത്തതുമായി മാറി. ഇത് മനസ്സിലാക്കി കൊടുക്കുക സഹജമാണ്. ആദ്യമാദ്യം പൂജ ആരംഭിച്ചപ്പോൾ വലിയ വലിയ വജ്രം കൊണ്ടായിരുന്നു ലിംഗം നിർമ്മിച്ചിരുന്നത്. വളരെ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ബാബയല്ലേ ഇത്രയും വലിയ ധനവാനാക്കി മാറ്റിയത്. ബാബ സ്വയം വജ്രമാണ്. അതിനാൽ ആത്മാക്കളെയും വജ്രമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ആ ബാബയുടെ രൂപവും വജ്രത്തിൽ ഉണ്ടാക്കി വെക്കണമല്ലോ. വജ്രം എപ്പോഴും നടുവിലാണ് വെക്കുക. പുഷ്യരാഗത്തോടൊപ്പം വെക്കുമ്പോൾ അതിന് മഹത്വമുണ്ടാകില്ല. അതിനാൽ എപ്പോഴും നടുവിലാണ് വജ്രം വെക്കുക. ബാബയിലൂടെ 8 രത്നങ്ങൾ വിജയമാലയിലെ മണിയായി മാറുന്നു. ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് വജ്രത്തിനാണ്. ബാക്കിയുള്ളവർ നമ്പർ വൈസ് ആയിയാണ് വരുന്നത്. ആക്കി മാറ്റുന്നത് ശിവബാബയാണ്. ഈ കാര്യങ്ങളെല്ലാം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. പഠിച്ചു പഠിച്ച് ആശ്ചര്യത്തോടെ ബാബ ബാബ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഓടിപ്പോകുന്നു. ശിവ് ബാബയെ ബാബ എന്ന് വിളിക്കുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും ഇങ്ങനെയുള്ള ബാബയെ ഉപേക്ഷിക്കരുത്. പിന്നീട് ഭാഗ്യം എന്ന് പറയും. ആരുടെ ഭാഗ്യത്തിലാണോ കൂടുതലില്ലാത്തത് അവർ ഇങ്ങനെയുള്ള കർമ്മമേ ചെയ്യൂ. ഇതിലൂടെ 100 മടങ്ങ് ശിക്ഷ ലഭിക്കുന്നു. പുണ്യാത്മാവായി മാറുന്നതിനായി പുരുഷാർത്ഥം ചെയ്തിട്ട് പിന്നീട് പാപം ചെയ്യുന്നതിലൂടെ ശിക്ഷ 100 മടങ്ങാവുന്നു. പിന്നീട് താഴെ തന്നെ ആയിരിക്കും. വൃദ്ധി നേടാൻ സാധിക്കില്ല. 100 മടങ്ങ് ശിക്ഷ വർദ്ധിച്ചതിനാൽ അവസ്ഥ ശക്തിശാലി ആവുകയില്ല. ആരിലൂടെയാണോ നിങ്ങൾ വജ്രമായി മാറുന്നത് ആ ബാബയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംശയം വരുന്നു? ഏത് കാരണമായാലും
അഥവാ ബാബയെ ഉപേക്ഷിച്ചാൽ വിവേകമില്ലാത്തവർ എന്നേ പറയൂ. എവിടെയിരുന്നാലും ബാബയെ ഓർമ്മിക്കണം. എങ്കിൽ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടും. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ പതീതത്തിൽ നിന്നും പാവനമായി മാറാനാണ്. മുൻപ് എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരീരം കൊണ്ട് എത്രമാത്രം അനുഭവിക്കേണ്ടതായി വരുന്നു. ഇപ്പോൾ നിങ്ങൾ പകുതി കൽപ്പത്തിലേക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഞാൻ എത്രത്തോളം ഉന്നതി നേടുന്നുണ്ട്, മറ്റുള്ളവരുടെ സേവനം എത്രത്തോളം ചെയ്യുന്നുണ്ട്, സ്വയം നോക്കണം. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിനു മുകളിലും എഴുതാൻ സാധിക്കും, ഇതാണ് വിശ്വത്തിലെ ശാന്തി നിറഞ്ഞ രാജധാനി. ഇപ്പോൾ ഇത് സ്ഥാപിക്കപ്പെടുകയാണ്. ഇതാണ് പ്രധാന ലക്ഷ്യം. അവിടെ 100% പവിത്രത, സുഖം, ശാന്തി ഉണ്ടായിരുന്നു. ഇവരുടെ രാജ്യത്തിൽ രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇപ്പോഴുള്ള ഇത്രയും ധർമ്മങ്ങളുടെ നാശം തീർച്ചയായും ഉണ്ടാകണം. മനസ്സിലാക്കി കൊടുക്കുന്നതിന് വളരെയധികം ബുദ്ധി വേണം. ഇല്ലെങ്കിൽ തന്റെ അവസ്ഥയുടെ ആധാരത്തിലാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ചിത്രങ്ങളുടെ മുന്നിലിരുന്ന് ചിന്തിക്കണം. അറിവ് ലഭിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. അതിനാലാണ് ബാബ മ്യൂസിയം തുറപ്പിക്കുന്നത്. ഗേറ്റ് വേ ടു ഹെവൻ എന്ന പേരും നല്ലതാണ്. അത് ഡൽഹി ഗേറ്റ്, ഇന്ത്യ ഗേറ്റ് ആണ്. ഇത് സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് ആണ്. നിങ്ങളിപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് തുറക്കുകയാണ്. ഭക്തി മാർഗത്തിലാണെങ്കിൽ ദുർഘടം പിടിച്ച വഴിയിൽപ്പെട്ട് എങ്ങനെ ആശയക്കുഴപ്പത്തിലാകുമോ അതുപോലെ കുഴപ്പത്തിലാകുന്നു. വഴി ആർക്കും ലഭിക്കുന്നില്ല. മായയുടെ രാജ്യത്തിൽ എല്ലാവരും ഉള്ളിൽ കുടുങ്ങിപ്പോകുന്നു. പിന്നീട് ബാബ വന്ന് തുറക്കുന്നു. ചിലർക്കാണെങ്കിൽ പുറത്തു വരാനേ ഇഷ്ടമല്ല. എങ്കിൽ ബാബ എന്തു ചെയ്യാനാണ്? അതിനാലാണ് ബാബ പറയുന്നത്, മഹാവിഡ്ഢിയെയും ഇവിടെ കാണാം. അവർ പഠിപ്പ് ഉപേക്ഷിക്കുന്നു. സംശയബുദ്ധിയായി ജന്മജന്മാന്തരങ്ങളിലേക്ക് തന്റെ നാശം വരുത്തിവെക്കുന്നു. ഭാഗ്യം മോശമായാൽ പിന്നീട് ഇങ്ങനെ സംഭവിക്കുന്നു. ഗ്രഹപ്പിഴ ബാധിച്ചാൽ വെളുക്കുന്നതിന് പകരം കറുത്തുപോകുന്നു. ഗുപ്തമായി ആത്മാവ് പഠിക്കുന്നു. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ എല്ലാം ചെയ്യുന്നത്. ആത്മാവിന് ശരീരമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആത്മാവിനെ മനസ്സിലാക്കാനാണ് പരിശ്രമം. ആത്മനിശ്ചയം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ദേഹാഭിമാനത്തിലേക്ക് വരുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സുപ്രീം ടീച്ചർ നൽകുന്ന പഠിപ്പ് നമ്മെ നരനിൽ നിന്ന് നാരായണനാക്കി മാറ്റുന്നതാണ്. ഈ നിശ്ചയത്തോടെ ശ്രദ്ധ നൽകി പഠിപ്പ് പഠിക്കണം. പഠിപ്പിക്കുന്ന ദേഹധാരി ടീച്ചറെ നോക്കരുത്. 2. ദേഹി അഭിമാനി ആവുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മർജീവയായി മാറിയെങ്കിൽ ഈ ശരീരത്തിന്റെ അഭിമാനം ഉപേക്ഷിക്കണം. പുണ്യാത്മാവായി മാറണം. ഒരു പാപകർമ്മവും ചെയ്യരുത്. വരദാനം: സ്വദർശന ചക്രത്തിന്റെ സ്മൃതിയിലൂടെ സദാ സമ്പന്ന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സമ്പന്നരായി ഭവിക്കട്ടെ. ആര് സ്വദർശന ചക്രധാരികളാണോ അവർ മായയുടെ അനേക വിധത്തിലുള്ള ചക്രങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു. ഒരു സ്വദർശന ചക്രം അനേക വ്യർത്ഥ ചക്രങ്ങളെ സമാപ്തമാക്കുന്നതാണ്. മായയെ ഓടിക്കുന്നതാണ്. അതിനു മുന്നിൽ മായയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. സ്വദർശന ചക്രധാരി കുട്ടികൾ സദാ സമ്പന്നരായിരിക്കുന്നത് കാരണം അചഞ്ചലരായിരിക്കുന്നു. സ്വയത്തെ സമ്പന്നരെന്ന അനുഭവം ചെയ്യുന്നു. മായ കാലിയാക്കാനുള്ള പരിശ്രമം നടത്തുന്നു. പക്ഷെ അവർ സദാ ശ്രദ്ധാലുക്കളും ജാഗരൂകരും തെളിഞ്ഞ ജ്യോതിയുമായി ഇരിക്കുന്നു. അതിനാൽ മായയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആരുടെ കൂടെയാണോ ശ്രദ്ധയാകുന്ന കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് അവർ തന്നെയാണ് സദാ സുരക്ഷിതർ. സ്ലോഗൻ: താങ്കളുടെ വാക്കുകൾ അത്രയും ശക്തിശാലിയായിരിക്കണം. അതിൽ ശുഭവും ശ്രേഷ്ഠവുമായ ഭാവന അടങ്ങിയിരിക്കണം.
അവ്യക്ത സൂചന: ഇപ്പോൾ ഉത്സാഹത്തിന്റെ അഗ്നി പ്രജ്വലിപ്പിച്ച് യോഗം ജ്വാലാരൂപമാക്കൂ. ശക്തിശാലിയായ ഓർമ്മയ്ക്ക് വേണ്ടി സത്യമായ ഹൃദയത്തിന്റെ സ്നേഹം വേണം. സത്യമായ ഹൃദയമുള്ളവർക്ക് സെക്കൻഡിനുള്ളിൽ ബിന്ദുവായി ബിന്ദു സ്വരൂപനായ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നു. സത്യമായ ഹൃദയമുള്ളവർ സത്യമായ സാഹബിനെ തൃപ്തമാക്കുന്നത് കാരണം ബാബയുടെ വിശേഷ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നു. അതിലൂടെ സഹജമായി തന്നെ ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്ത് ജ്വാലാരൂപത്തിന്റെ ഓർമ്മയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നു. ശക്തിശാലി വൈബ്രേഷൻ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു. ഓം ശാന്തി.